തൊഴിലും സാമ്പത്തികവും കാര്യങ്ങളും നോക്കുമ്പോൾ പുതുവർഷം തുടക്കം മിക്ക രാശിക്കാർക്കും സാമ്പത്തിക നേട്ടങ്ങൾ നൽകുന്നതാണ്. മേടം, ചിങ്ങം, ധനു, തീ രാശികൾ ഈ ആഴ്ചയിൽ പുതിയ പദ്ധതികൾ തുടങ്ങാൻ അനുകൂല സമയമാണ്. മുടങ്ങിക്കിടന്ന പണം കൈവരാൻ സാധ്യതയുമുണ്ട്. ഇടവം, കന്നി, മകരം ഭൂമി രാശികൾ ജോലി സ്ഥലത്ത് ഉത്തരവാദിത്തങ്ങൾ കൂടും, എങ്കിലും കഠിനാധ്വാനത്തിന് അർഹമായ അംഗീകാരം ലഭിക്കും. മിഥുനം, തുലാം, കുംഭം വായുരാശികൾ ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പുതിയ കരാറുകൾ ഒപ്പിടാൻ സാധിക്കും, എന്നാൽ അനാവശ്യമായ ചിലവുകൾ നിയന്ത്രിക്കണം. കർക്കടകം, വൃശ്ചികം, മീനം ജലരാശികൾ വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല വാർത്തകൾ ലഭിക്കാൻ സാധ്യതയുള്ള വാരമാണ്. കുടുംബവും ബന്ധങ്ങളും പുതുവർഷം ആഘോഷിക്കുന്ന ഈ വേളയിൽ കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കും. പ്രണയിക്കുന്നവർക്ക് തടസ്സങ്ങൾ മാറി വിവാഹ കാര്യങ്ങൾ തീരുമാനമാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. കുടുംബ പശ്ചാത്തലം ചെറിയ പിണക്കങ്ങൾ ഉണ്ടാകുമെങ്കിലും സംഭാഷണങ്ങളിലൂടെ അവ പരിഹരിക്കപ്പെടും. കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ജനുവരി 1-ാം തീയതി കുടുംബത്തോടൊപ്പം ചെലവഴിക്കുന്നത് മാനസിക ഐക്യം വർദ്ധിപ്പിക്കും. കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് കർക്കിടകം, മീനൻ രാശിക്കാർക്ക് ജലദോഷം, തൊണ്ടവേദന എന്നിവ വരാൻ സാധ്യത ഉള്ളതാണ്. യാത്ര ചെയ്യുമ്പോൾ ഭക്ഷണകാര്യത്തിൽ മിതത്വം പാലിക്കുക. കൃത്യമായ വ്യായാമവും ധ്യാനവും ശീലിക്കുന്നത് പുതുവർഷത്തിൽ നല്ലൊരു തുടക്കം നൽകും. ഈ വാരത്തിലെ ദോഷങ്ങൾ അകറ്റാനും പുതുവർഷം ഐശ്വര്യപൂർണ്ണമാക്കാനും ഈ പറയുന്ന കാര്യങ്ങൾ ശീലിക്കാവുന്നതാണ്. വാരത്തിന്റെ തുടക്കത്തിൽ, അതായത് ഡിസംബർ 28-ന് വിഘ്നങ്ങൾ മാറി ഗണപതി ഭഗവാനെ പ്രാർത്ഥനകൾ നടത്തുക. വിഷ്ണു സഹസ്രനാമം സാമ്പത്തിക തടസ്സങ്ങൾ മാറാൻ ദിവസവും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്ന ഉത്തമമാണ്.